Realme UI ഈ ഒരു UI നെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് കംപ്ലൈന്റുകൾ കേട്ട് തുടങ്ങിയിരിക്കുന്നു. ഇതുവരെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് യൂസർക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു UI ആണ് Realme UI, Realme ഫോണുകളിലെ UI. സോ ടോട്ടലി നല്ലതായിരുന്നു. ബട്ട് എന്താണ് ഇപ്പോൾ ഇങ്ങനെ കേൾക്കുന്നത്? Realme UI 4.0 വരുമ്പോൾ എന്തൊക്കെയാണ് അത്ര ശല്യപ്പെടുത്തുന്ന കാര്യങ്ങൾ? അതേപോലെ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ? ഇതുവരെ നിങ്ങൾ Realme ഫോൺ ഉപയോഗിക്കാത്ത ആൾക്കാരാണെങ്കിൽ Realme UI യിലുള്ള കിടിലൻ ഫീച്ചറുകൾ എന്തൊക്കെയാണ്? ഇതെല്ലാം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഒരു ടോട്ടൽ Realme UI 4.0 റിവ്യൂ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഇങ്ങനെയാണ്. അക്വാമോർഫിക് ടീം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് നമ്മുടെ OnePlus, Oppo ഈ ടീമുകളൊക്കെ ഉപയോഗിക്കുന്ന അതേ ഒരു മെത്തേഡ്. അതായത് ഇവരൊക്കെ ബേസിക്കലി ഒന്ന് തന്നെയാണ്. അപ്പോൾ കോർ സെറ്റപ്പ് എന്തായാലും എല്ലാം ഒരുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സിമിലാരിറ്റിയും വരുന്നത്. ചേഞ്ച് Realme UI 4.0 വരുമ്പോൾ ചേഞ്ച്, ആദ്യത്തെ ചേഞ്ച് ഇതാ മുകളിൽ നമ്മൾ താഴേക്ക് ഇങ്ങനെ കൺട്രോൾ സെന്റർ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ടൈലുകളിലെ ഒരു ഡിഫറൻസ്. ഒരു വലിയ സ്ക്വയർ ടൈലുകൾ രണ്ടെണ്ണം മുകളിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ഒരു ചേഞ്ച് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൻഡ്രോയിഡ് 13 ഇങ്ങനെയാണ്. സോ ആ ഒരു സ്റ്റൈൽ ഇവിടെയും വന്നിരിക്കുന്നു. പിന്നെ ഇതിനകത്ത് തന്നെ മ്യൂസിക് പ്ലേ ബാക്ക് കൂടി ഇതിന്റെ സൈഡിൽ വരും. അതായത് നമ്മളൊരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് വീണ്ടും കൺട്രോൾ സെന്റർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൈഡിൽ മ്യൂസിക് പ്ലേ ആവുന്നത് കാണാം. സോ ആ ഒരു സംവിധാനം ഇതിനകത്ത് വന്നിട്ടുണ്ട്. മ്യൂസിക് ഒക്കെ കൺട്രോൾ സെന്ററിൽ നിന്ന് തന്നെ നമുക്ക് നൈസായിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ കൺട്രോൾ സെന്ററിൽ കാണുന്ന ഈ വലിയ ടൈലുകൾ നമുക്ക് ഇഷ്ടമുള്ളത് വെക്കാം. അവിടെ ഉള്ളത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. അത് കസ്റ്റമൈസബിൾ ആണെന്ന് സാരം. ഇതുപോലെ ഡാർക്ക് മോഡോ എന്താ വേണ്ടത് വെച്ചാൽ അവിടേക്ക് വലിച്ചിട്ട് കഴിഞ്ഞാൽ അത് അവിടെ വർക്ക് ചെയ്തോളും. മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ അതിനെ സൈഡിലേക്ക് ആക്കിക്കൊണ്ട് മ്യൂസിക് ഇപ്പുറത്ത് വലിയ രീതിയിലും പ്ലേ ആവും. സോ കൺട്രോൾ സെന്ററിന്റെ ഭാഗത്താണ് ഒരു പ്രധാന ചേഞ്ച് വന്നിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഫോൾഡറുകൾ. ഹോം സ്ക്രീനിൽ വന്നിരിക്കുന്ന ഫോൾഡറുകളെ നമുക്ക് ലാർജ് ഫോൾഡറുകളാക്കാം. ഇപ്പോൾ MIUI 14 വരുമ്പോൾ അതിലും ഈ ഫീച്ചർ ഉണ്ടാവും. എല്ലാവരും ഈ ലാർജ് ഫോൾഡർ, നത്തിങ് ഫോണിൽ വന്ന ഫീച്ചറാണ്. അപ്പോൾ അത് എല്ലാവരും എടുത്തിട്ടുണ്ട്. ലാർജ് ഫോൾഡർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ ഈ ഫോൾഡർ കാണാം. ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ആപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് ക്ലിക്ക് ചെയ്താൽ തന്നെ ഇതിനകത്ത് നിന്ന് ആപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. സോ കൺവീനിയൻസ് ആണ് ഈ ഒരു ലാർജ് ഫോൾഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൊരു നല്ല മാറ്റം ഡൈനാമിക് വിഡ്ജറ്റുകളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വിഡ്ജറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു സ്പോർട്സിന്റെ എക്സസൈസിന്റെ ഒക്കെ വിഡ്ജറ്റ് ആണെങ്കിൽ അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള ലെവലും കാര്യങ്ങളും ലൈവായിട്ട് തന്നെ ആ വിഡ്ജറ്റിൽ വരും. സോ അത് സ്പോർട്സിന്റെ ഒക്കെ റിസൾട്ടുകളുടെ വിഡ്ജറ്റ് ഇട്ടാൽ അതിന്റെ റിസൾട്ടുകൾ ലൈവായിട്ട് വരും. അങ്ങനെ ലൈവ് വിഡ്ജറ്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു മാറ്റം ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഭാഗത്താണ്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെറ്റിംഗ്സിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ OnePlusന്റെ ഒക്കെ സ്റ്റൈലിലുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേകൾ കാണാം ഇൻസൈറ്റ്. സോ ആ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇപ്പോൾ ഇടാം. അങ്ങനെയൊക്കെ സംവിധാനങ്ങൾ വന്നിരിക്കുന്നു. ഇത് ഒരു മാറ്റമാണ്. പ്ലസ് ഇതിനകത്ത് മറ്റൊരു മാറ്റം കൂടിയുണ്ട്. സ്പോട്ടിഫൈ പോലുള്ള മ്യൂസിക് ആപ്പുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന സംഗതി നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നീട് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വരുമ്പോൾ സ്പോട്ടിഫൈ നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് അവിടെ സ്ക്രീനിൽ കാണാം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ കാണാം. വെറുതെ കാണാനല്ല, അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലുതായി വരും. നമുക്കവിടെ ഫുൾ കൺട്രോൾ, അടുത്ത പാട്ടുകൾ കണ്ടുകൊണ്ട് പാട്ടുകൾ എടുത്ത് വെക്കാം, നെക്സ്റ്റ് അടിക്കാം, പ്രീവിയസ് അടിക്കാം, എല്ലാം ചെയ്യാം. ഫുൾ കൺട്രോൾ. പക്ഷേ ഫോൺ ഓഫ് ആയിരിക്കും, ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിലായിരിക്കും നമ്മൾ അതൊക്കെ ചെയ്യുന്നത്. സോ അതും നല്ല ഒരു മാറ്റം തന്നെയാണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഇതിൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചർ, സ്ക്രീൻഷോട്ടിൽ പിക്സലേറ്റ്. അതായത് നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ഫോൺ നമ്പറോ എന്തെങ്കിലും സെൻസിറ്റീവായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഭാഗം ക്രോപ്പ് ചെയ്തിട്ടൊക്കെ ഷെയർ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ബട്ട് ഇവിടെ ആ ആവശ്യമില്ല. താഴെ പിക്സലേറ്റിൻ്റെ ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ഒന്ന് വരച്ചു കൊടുത്താൽ മതി കൈകൊണ്ട്. വേണ്ട ഭാഗം പിക്സലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ബ്ലറാക്കിയിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. സോ വളരെ കൺവീനിയൻ്റ് ആയ, വളരെ ഉപകാരപ്രദമായ നല്ലൊരു ഫീച്ചർ. ഇനി മറ്റൊരു നല്ല മാറ്റം ഇതിൽ വന്നിരിക്കുന്നത് കിഡ്സ് മോഡ് വളരെ കൺവീനിയൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് കിഡ്സ് മോഡ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഏതൊക്കെ ആപ്പ് വേണമെന്ന് ചോദിക്കുന്നു. നമ്മൾ വേണ്ട ആപ്പുകൾ, ആ കുട്ടികൾക്ക് കളിക്കേണ്ടുന്ന ആ ആപ്പുകൾ മാത്രം സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എത്ര സമയമെന്ന് ചോദിക്കും. അത്ര സമയം വരെ അവർ കളിച്ചാൽ മതി. 30 മിനിറ്റ് എങ്കിൽ 30 മിനിറ്റ് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് അടിക്കുന്നു. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിഡ്സ് മോഡ് ഓൺ ആയി. പിന്നെ അതിൽ ആ കുട്ടികൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നോർമലി കളിക്കുന്ന പോലെ കളിക്കാം. 30 മിനിറ്റ് കഴിയുമ്പോൾ താനേ ലോക്കാവും. അവർ എക്സൈറ്റ് അടിക്കാൻ നോക്കിയാൽ ഫിംഗർ പ്രിന്റ് ചോദിക്കുകയും ചെയ്യും. സോ 30 മിനിറ്റ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്കായി നിൽക്കുകയും ചെയ്യും. സോ നമുക്ക് ആവശ്യം കഴിയുമ്പോൾ ജസ്റ്റ് ഫിംഗർ പ്രിന്റ് വെച്ചുകൊണ്ട് നോർമൽ ഫോൺ എന്ന രീതിയിലേക്ക് ഇതിനെ ഓൺ ചെയ്ത് എടുക്കാനും സാധിക്കും. സോ ഇങ്ങനെയൊക്കെയാണ് പ്രധാനപ്പെട്ട, എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയ നല്ല കുറച്ച് മാറ്റങ്ങൾ. ഇനി റിയൽമി ഫോണിന്റെ ഫീച്ചറുകളെ കുറിച്ച് ഇനിയും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്തുള്ള കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തതായിട്ട് പറയാം. അപ്പോൾ റിയൽമി ഫോൺ പുതിയതായിട്ട് എടുക്കാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തൊക്കെ ഫീച്ചറുകൾ ഇതിനകത്തുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. സോ അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ, പ്രൈവസി നോട്ടിഫിക്കേഷൻ. നമ്മുടെ ഫോണിനകത്ത് ഏതെങ്കിലും ഒരു ആപ്പ് മറ്റോ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ അറിയാതെ ക്യാമറയോ മൈക്കോ ഒക്കെ ആക്സസ് ചെയ്ത് വീഡിയോ റെക്കോർഡിങ്ങോ ഓഡിയോ റെക്കോർഡിങ്ങോ ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ അതറിയാൻ ഇവിടെ കൺട്രോൾ സെന്റർ നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഐക്കൺ കാണുന്നത്. ക്യാമറയുടെ ഐക്കൺ കാണാം. മൈക്ക് ഓൺ ചെയ്ത് റെക്കോർഡിംഗ് നടത്തുന്നുണ്ടെങ്കിൽ മൈക്കിന്റെ ഐക്കൺ കാണാം. പ്രൈവസി നോട്ടിഫിക്കേഷൻ നല്ല ഫീച്ചറാണ്. ക്ലോൺ സിസ്റ്റം അതൊരു അടിപൊളി ഫീച്ചറാണ്. അതായത് നമുക്ക് സെറ്റിംഗ്സിൽ ക്ലോൺ സിസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്ത്, പ്രൈവസിയുടെ ഭാഗത്താണ് ഇത് വരുന്നത്. സെറ്റിംഗ്സിൽ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പറയും. നമ്മുടെ ഈ ഫോണിന് ഓൾറെഡി നമ്മളൊരു പാസ്വേഡ് ഇട്ടിട്ടുണ്ടാവും. അത് കൂടാതെ സെക്കൻഡറി ഒരു പാസ്വേഡ് കൂടി നമ്മൾ ഇവിടെ ക്ലോൺ സിസ്റ്റത്തിന് കൊടുക്കണം. ഇത് കൊടുത്താൽ
പിന്നെ നമ്മൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ നമ്മുടെ പ്രൈമറി ഫോണിൻ്റെ പാസ്വേഡ് എന്തായിരുന്നു അതടിച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ആ ഫോണിലേക്കാണ് വരിക, നോർമൽ നമ്മുടെ ഫോണിലേക്ക്. സെക്കൻഡറി ക്ലോൺ സിസ്റ്റത്തിന് നമ്മൾ കൊടുത്ത പാസ്വേഡ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ആ ലോക്ക് സ്ക്രീനിൽ അടിക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഫോണിലേക്കാണ് വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ, ഞാൻ ഒരു പാസ്വേഡ് അടിക്കുമ്പോൾ വിഡ്ജറ്റ് ഫോൾഡേഴ്സ് ഒക്കെയുള്ള എൻ്റെ നോർമൽ ഫോണാണ് ഓണായി വന്നത്. എന്നാൽ ഞാൻ ലോക്ക് സ്ക്രീനിൽ അടിച്ചത് രണ്ടാമത്തെ ക്ലോൺ സിസ്റ്റത്തിൻ്റെ പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഓണായി വരുന്നത് വിഡ്ജറ്റ് ഫോൾഡർ ഒന്നുമില്ല. കാരണം ഇത് വേറെ സിസ്റ്റമാണ്. ഒരു ഫോണിനകത്ത് തന്നെ 2 സിസ്റ്റം ഒരേ ലോക്ക് സ്ക്രീനിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. കിടിലൻ സംഗതിയാണ്. തീർച്ചയായിട്ടും ഉപയോഗിച്ച് തുടങ്ങുക, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. പക്ഷേ ഇതല്ലേ സെക്കൻഡ് യൂസർ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അതാണെങ്കിലും ഇത് സെക്കൻഡ് യൂസർ അല്ല. സെക്കൻഡ് യൂസർ സെറ്റിംഗ്സിനകത്ത് മൾട്ടി യൂസർ എന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ആഡ് ചെയ്താൽ നമ്മൾ മുകളിൽ ടാപ്പ് ചെയ്തിട്ട് സെക്കൻഡ് യൂസറെ സെലക്ട് ചെയ്ത് പാസ്വേഡ് അടിച്ച് അകത്തേക്ക് കയറണം. പക്ഷേ സിസ്റ്റം ക്ലോൺ എന്ന് പറയുന്നത് പാസ്വേഡ് അടിക്കുന്നതിനനുസരിച്ച് മാറി മാറി വരും. സോ സിസ്റ്റം ക്ലോൺ അടിപൊളി ഫീച്ചറാണ്. ഇനി ലൈവ് വാൾപേപ്പർ, സ്റ്റാറ്റിക് വാൾപേപ്പർ പോലുള്ള സംഭവങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. കണ്ട സെറ്റിംഗ്സിൽ വാൾപേപ്പറിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈവ് വാൾപേപ്പർ വേണോ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള സ്റ്റാറ്റിക് വാൾപേപ്പർ വേണോ അതൊക്കെ സെലക്ട് ചെയ്യാം. താഴെ കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ പെല്ലറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഐക്കൺസിൻ്റെ ഒക്കെ കളറും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് കസ്റ്റമായിട്ട് വേണമെങ്കിൽ താഴെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വാൾപേപ്പറിനനുസരിച്ചാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ വാൾപേപ്പർ ഇടുന്നതിനനുസരിച്ച് കൊണ്ട് ആ നിറത്തിനനുസരിച്ച് ഐക്കൺസും കാര്യങ്ങളും കൺട്രോൾ സെൻറ്ററിലെ ടൈൽസും ഒക്കെ സെറ്റ് ആയിക്കോളും. സോ കസ്റ്റമൈസേഷൻ ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ നമുക്ക് OnePlusന്റെ ഷെൽഫ് നമുക്കറിയാമല്ലോ എല്ലാവർക്കും. ആ ഒരു ഷെൽഫ് സംവിധാനം ഇപ്പോൾ വന്നിട്ടുണ്ട്. സെൻ മോഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. വൺ ഹാൻഡഡ് മോഡ്, അതായത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോർമലി ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുന്നു, ഈ മുകളിലത്തെ ഭാഗം താഴേക്കൊന്ന് വരണം. അതായത് നമ്മളിങ്ങനെ ഒരു കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ നമുക്കിത് മുകളിലേക്ക് കൈ എത്തിക്കാൻ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ വരുമ്പോൾ താഴെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നേരെ താഴേക്ക് ഇറങ്ങി വരും. കണ്ടോ ഈ രീതിയിൽ. സോ വൺ ഹാൻഡഡ് മോഡ് അടിപൊളി സംവിധാനമാണ്. ഐഫോണിൻ്റെയൊക്കെ റീച്ചബിലിറ്റി ആ സംഭവമാണ് ഈ സംഗതി. അടിപൊളി യൂസ്ഫുൾ ആണ്, ഏത് സമയത്തും ആവശ്യം വരും. പിന്നെ നമ്മൾ നോർമൽ ഹോം സ്ക്രീനിൽ കിടക്കുന്ന ഈ ഐക്കണുകളാണെങ്കിൽ അതിന് ഈ റീച്ചബിലിറ്റി അല്ലെങ്കിൽ ഈ താഴേക്ക് വലിക്കുന്ന സംവിധാനം ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ സൈഡിൽ നിന്ന് ഇതിങ്ങനെ ഒന്ന് കൈകൊണ്ടാക്കി കൊടുത്താൽ കണ്ടോ നൈസായിട്ട് ആ ഐക്കൺസ് ഒക്കെ കൈയുടെ ഭാഗത്തേക്ക്, ആ വിരലിൻ്റെ ഭാഗത്തേക്ക് ചുരുങ്ങി വന്നത്. നിങ്ങൾ ഏത് വിരലും കൊണ്ടാക്കുന്നോ ആ ഭാഗത്തേക്ക് ഐക്കൺസ് എല്ലാം ചുരുങ്ങി ഇങ്ങ് വരും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പഴയപടിയാവും. ആ ആപ്പ് ഓപ്പൺ ആയും വരും. സോ ഐക്കൺസിനെയൊക്കെ കൈയുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഒറ്റ കൈ കൊണ്ട് തന്നെ ഫോൺ നൈസായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ള സംവിധാനവും ഇതിനകത്തുണ്ട് എന്ന സാരം. പിന്നെ സ്പ്ലിറ്റ് സ്ക്രീൻ പോലുള്ള കാര്യങ്ങൾ, ഒന്നിലധികം ആപ്പുകൾ സ്ക്രീനിൽ ഒരേ സമയം ഓപ്പൺ ചെയ്യുന്നത് അവിടെ കാണാം. മൾട്ടി വിൻഡോ ഈ സംഭവം ഇതിനകത്തുണ്ട്. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഡുവൽ മോഡ്, അതായത് നമ്മളൊരു വയേർഡ് ഇയർഫോൺ വെച്ചുകൊണ്ട് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഒരു സിനിമ കാണുകയാണ്, നമുക്ക് 2 ആൾക്കാർക്ക് സിനിമ കാണണം, 2 ഇയർഫോണും വെക്കുകയും വേണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വയേർഡ് ഇയർഫോൺ ഇതിലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ചെവിയിൽ വെക്കാം. വയർലെസ് ഒരെണ്ണം കണക്ട് ചെയ്തിട്ട് അത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഉപയോഗിക്കാം. 2 പേർക്കും ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കാം. 2 ഇയർഫോൺ ഒരേ സമയം വർക്ക് ചെയ്യുന്ന സാരം. ഒരു വയേർഡും ഒരു വയർലെസ്സും ആ രീതിയിലാണ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുക, 2ഉം ഒരേ സമയം. ഇനി ഷോർട്ട് കട്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് സെൻസറിൽ ഷോർട്ട് കട്ട് സെറ്റിംഗ്സിൽ ഫിംഗർ പ്രിന്റിന്റെ ഭാഗത്ത് ഇത് എനേബിൾ ചെയ്യാൻ പറ്റും. എനേബിൾ ചെയ്താൽ ഇതുപോലെ ഫിംഗർ പ്രിന്റ് വെച്ച് കഴിഞ്ഞാൽ അത് ഓൺ ആയതിനു ശേഷം നമ്മളത് വിടാതെ ഹോൾഡ് ചെയ്താൽ ഷോർട്ട് കട്ടുകൾ വരും. നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുകൾ അവിടെ വെച്ചാൽ വളരെ സൗകര്യമാണ്. ഫിംഗർ പ്രിന്റ് ഓൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ ആ ആപ്പ് കൃത്യമായിട്ട് ഓപ്പൺ ആവും. ഫിംഗർ പ്രിന്റിന്റെ അവിടെ തന്നെ ഷോർട്ട് കട്ട്. ഇനി സൈഡ് ബാർ, ആ ഒരു സംവിധാനത്തിൽ നമുക്ക് ഷോർട്ട് കട്ട് വെക്കാം. കണ്ടോ ഇങ്ങനെ ഷോർട്ട് കട്ട് വെക്കാം നോർമലി. പക്ഷെ ആ ഒരു സൈഡ് ബാറിന് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. യൂട്യൂബ് നോർമലി പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാത്ത ആൾക്കാർക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വിടാൻ പറ്റില്ല. അതായത് യൂട്യൂബിൽ ഒരു പാട്ട്, നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് വെച്ചു, നമ്മളത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കണം. നമുക്കത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വിട്ടിട്ട് വേറെ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ സ്ക്രീൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് പാട്ട് കേൾക്കാനോ പറ്റില്ല. അത് നോർമലി പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്താലേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമ്മൾ യൂട്യൂബ് പ്ലേ ചെയ്തിട്ട് ഈ സൈഡ് ബാർ വലിച്ച് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള സംഗതി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയി. ഇനി നമുക്ക് എന്ത് വർക്ക് വേണമെങ്കിലും വേറെ ചെയ്യാം. ഈവൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചാൽ പോലും യൂട്യൂബിൽ നമ്മൾ വെച്ചിരിക്കുന്ന ആ വീഡിയോ, അത് പാട്ടാണോ എന്താണോ, അത് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തോളും. പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ യൂട്യൂബിൽ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് സാരം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇനിയും ഇഷ്ടം പോലെ പറയാനുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഒരു നോർമൽ യൂസറെ സംബന്ധിച്ച് ആവശ്യം വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. സോ സംഗതി കൊള്ളാം. പിന്നെ എന്തരെ ഇതിന് ഇത്രയധികം കുറ്റം പറയുന്ന ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ ചില നൂലാമാലകൾ ഉണ്ടെന്നേ. അതായത് നമുക്കിതിൻ്റെ അതൊക്കെ സോൾവ് ചെയ്യാനും പറ്റും. ഞാൻ സോൾവ് ചെയ്യാൻ കൂടിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. സോ നമുക്കിവിടെ കാണാം ഈ ഒരു ഫോൺ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. ഇതിൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് ചില സംഗതികൾ കണ്ടോ, നെക്സ്റ്റ് അടിച്ച് വരുമ്പോൾ തന്നെ റിയൽമി ഗ്ലാൻസ് ഇത് ഓഫ് ചെയ്തിട്ടേക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വാൾപേപ്പറിൻ്റെ പല വാൾപേപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ പരസ്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത യൂസ്ലെസ് ആയ വാൾപേപ്പറൊക്കെ വന്ന് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേറ്റിംഗ് ആയ രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അതേപോലെ പേഴ്സണലൈസ്ഡ് സെർച്ച്, നമ്മളെ ട്രാക്ക് ചെയ്ത് തേർഡ് പാർട്ടി കമ്പനികളുമായിട്ട് നമ്മളെ ട്രാക്ക് ചെയ്ത് നമ്മുടെ ഡാറ്റ ഷെയർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള നമ്മൾ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള വിവരങ്ങൾ തരാൻ വേണ്ടിയാണ് ഈ പേഴ്സണലൈസ്ഡ് സെർച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളെ വേറൊരാൾ ട്രാക്ക് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ലല്ലോ. സോ ഇത് ഓഫ് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്പ് ഡ്രോ.
അതാണ് മറ്റൊരു പരാതി കേൾക്കുന്ന മേഖല. അതായത് ആപ്പ് ഡ്രോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നോർമലി കുറച്ച് ആപ്പുകൾ നിരത്തിയിരിക്കുന്ന ഒരു ആപ്പ് ഡ്രോ ആണ് നമുക്ക് കാണേണ്ടത്. പക്ഷേ ഇവിടെ എന്തൊക്കെയൊക്കെയോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്താണെന്ന് പോലും പിടികിട്ടില്ല. പക്ഷേ ഇടയിൽ കൈവച്ച് നീക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് ഡ്രോ കാണാം. ബട്ടെങ്കിലും ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ആകെ ഒരു അനോയിങ് ആയ രീതിയിലാണ് ഇത് ഓപ്പൺ ആയി വരുന്നത്. ഇതൊക്കെ കൺട്രോൾ ചെയ്യാം ഈസി ആയിട്ട്. മെനു എടുക്കുക, സെറ്റിംഗ്സ് എടുക്കുക, എല്ലാ സംഗതികളും ഓഫ് ചെയ്തിടുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്താൽ നോർമൽ ആപ്പ് ഡ്രോ ആയി. ഇത്രയുള്ള സംഗതി. പക്ഷേ അത് നമ്മൾ ചെയ്യണം. അല്ലാത്ത പക്ഷം ആകെ ശല്യപ്പെടുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഒരു റിയാക്ഷനും കാര്യങ്ങളൊക്കെ വരിക. സോ അത് ഈ രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഇനി ഹോട്ട് ആപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഒരാവശ്യമില്ലാത്ത ഒരു യൂസ്ലെസ് സംഭവം ഇതിനകത്തുണ്ട്. കണ്ടോ, ഈ ഹോട്ട് ആപ്പിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പിടിയിൽ ഒരാവശ്യമില്ലാത്ത കുറേ ആപ്ലിക്കേഷനുകളുടെ പരസ്യം, അത്ര തന്നെ. ഇത് ഓഫ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. നമ്മൾ ഇവരുടെ ആപ്പ് മാർക്കറ്റ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ സെറ്റിംഗ്സിൽ ഹൈഡ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഈ ഒരു ടോഗിൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഈ ഹോട്ട് ആപ്പ് പോയി. ഇതാ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ ഹോട്ട് ആപ്പ് കാണുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ശല്യപ്പെടുന്ന ഹോട്ട് ആപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ രീതിയിൽ ഓഫ് ചെയ്ത് കളയാം. അതും ഒരു ശല്യമാണ്. മാനുവലി നമ്മൾ ചെയ്യണം. ഇതുകൊണ്ടാണ് പറയുന്നത്, ഒരു ഫോൺ വരുമ്പോൾ നീറ്റായിട്ട് വന്നാൽ കാര്യം കഴിഞ്ഞില്ലേ. പക്ഷേ ഇതൊക്കെ അതിനകത്ത് കുത്തി നിറച്ച് വെറുപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. സോ അത് ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കതും ഹൈഡ് ചെയ്ത് ഒഴിവാക്കാം. പിന്നെ മറ്റൊരു ഏറ്റവും കൂടുതൽ പരാതി, ഇപ്പോൾ വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനുകൾ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ആൻഡ്രോയിഡ് ഫോണിൽ ഒരു 5-8 ആപ്പൊക്കെയാണ് നോർമലി പ്രീ ഇൻസ്റ്റാൾഡ് വരേണ്ട ആവശ്യമുള്ളൂ. ബാക്കി ഇത്രയും കാണുന്നതും ഇവരുടെ പരസ്യ ആപ്ലിക്കേഷനുകളാണ്. അതായത് ഈ കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ 22-23 രൂപയ്ക്ക് തരണമല്ലോ. ആ ഒരു റേറ്റിലേക്ക് ഇത് ചുരുക്കുന്നത് ഇത്തരത്തിലുള്ള പല ആപ്ലിക്കേഷനുകളും പരസ്യങ്ങളും കുത്തിക്കയറ്റി തന്നെയാണ്. ആ ആപ്ലിക്കേഷൻ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ കൂടി പറ്റുകയാണെങ്കിൽ സൗകര്യമായി. കളയാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഇച്ചിരി ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷേ ഇവിടെ അത് പറ്റും. സോ മൊത്തത്തിൽ Realme UI 4.0 ഈ കാര്യങ്ങളാണ് പ്രശ്നങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങളും ഇതിലത്തെ പ്രധാനപ്പെട്ട ഫീച്ചറുകളും എല്ലാം ഞാൻ പറഞ്ഞു. ഈ പറഞ്ഞ പോരായ്മകൾ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അഡ്ജസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീർച്ചയായിട്ടും പൈസ കൊടുക്കുന്നവരുടെ ഒരു താല്പര്യമാണ്. സോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ല പരിപാടി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.